ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു IRC5 കൺട്രോളറിൽ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ അതിനാദ്യം പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ റോബോട്ട് വയർ 6 പോയിന്റ് എന്ന് തുടങ്ങുന്ന സീരീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് IRC5 ലഭിക്കും. IRC5 ഓപ്പൺ ചെയ്ത് മെനു പ്രസ് ചെയ്യുക. മെനുവിൽ ആദ്യം കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യുക. കൺട്രോൾ പാനലിൽ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. കോൺഫിഗറേഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ സിഗ്നൽ സെലക്ട് ചെയ്യുക. ഷോഡ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കുറച്ച് ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിഗ്നൽസ് എല്ലാം കാണാം. അത് നമുക്ക് വേണ്ട, നമ്മളിവിടെ ആഡ് പ്രസ് ചെയ്യാം. ഓക്കെ, ആഡ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങളോട് ചോദിക്കും. ആദ്യം നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡിയോ വാക്വം എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിയോ വാക്വം എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പ്രസ് ചെയ്യുന്നു. ഈ ടൈപ്പ് ഓഫ് സിഗ്നൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നു. അസൈൻ ടു ഡിവൈസ്, അതായത് ഈ സിഗ്നൽ എവിടെയെങ്കിലും കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IO ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ വിസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ സിഗ്നൽ ഐഡന്റിഫിക്കേഷൻ ലേബൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു നോട്ട് ചെയ്ത് കൊടുക്കാം. വേക്കം ടേൺ സോൺ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രസ് ചെയ്യുന്നു. അതിനുശേഷം SS ലെവൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് ഉണ്ട്, റീഡ് ഓൺലി ഉണ്ട്, ഓൾ ഉണ്ട്. ഡിഫോൾട്ട് സെലക്ട് ചെയ്താൽ നോർമൽ, അതായത് ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവും, ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവും, അങ്ങനെയായിരിക്കും. റീഡ് ഓൺലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനേ പറ്റില്ല, അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് മാനുവലി നിങ്ങൾക്ക് ടേൺ ഓണും ഓഫും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഡിഫോൾട്ട് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യണം. ഓക്കെ, താഴെ പോയി കഴിഞ്ഞാൽ ഡിഫോൾട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിഫോൾട്ട് വാല്യൂ 0 തന്നെയായിരിക്കണം. അതായത് ഓൺ അല്ലാത്ത സമയത്ത് 0യും ഓൺ ആയിരിക്കുന്ന സമയത്ത് അത് 1 ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ കറന്റ് ഇത് 0 കൊടുക്കുന്നു. ഇൻവെർട്ടഡ് ഫിസിക്കൽ വാല്യൂ വേണ്ട, നോ എന്ന് സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് സേഫ് ലെവൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും. യെസ് പ്രസ് ചെയ്യാം. ഇത് നിങ്ങൾ ഫിസിക്കലായിട്ടാണ് ചെയ്യണമെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാനുവലിലോട്ട് സ്വിച്ച് ചെയ്ത് ഞാൻ എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് പോകുന്നു. ഇവിടെ വ്യൂവിൽ ഡിജിറ്റൽ ഔട്ട്പുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഡിയോ വേക്കം എനിക്കിവിടെ എന്തുണ്ട്, എനിക്കിവിടെ ഡിക്ലെയർ ആയി. ഓക്കെ, അപ്പോൾ എനിക്കിത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡിയോ, അതുപോലെ ഇതേ സെയിം പ്രൊസീജിയറാണ് DIയും അനലോഗും ഗ്രൂപ്പ് ഔട്ട്പുട്ടും. ഗ്രൂപ്പ് ഔട്ട്പുട്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ നമ്പറിംഗ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു സിഗ്നൽ അസൈൻ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളൊരു IO ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അസൈൻ ടു ഡിവൈസ് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഡിവൈസ് മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഡിവൈസ് മാപ്പിംഗ് ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ഫിസിക്കലി എത്രാമത്തെ പോർട്ടിലാണോ സിഗ്നൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു നമ്പർ അവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ PLC ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.